അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിക്കേ. ഇന്റഗ്രൽ ഓഫ് സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഞാൻ ഈ കോസ് ക്യൂബ് എക്സ് ഇൻറ്റു സൈൻ ക്യൂബിനെ ഞാൻ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതുക. ഓക്കെ, ഡി എക്സ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് കോസ് ക്യൂബ് എക്സ്, സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാമല്ലോ, ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. അപ്പം നമ്മൾ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള സൈൻ എക്സ് ഇവിടെ കിടപ്പുണ്ട് അല്ലേ. സോ എന്ത് ചെയ്യാം? കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ പുട്ട് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ് അതിൻ്റെ ഡെറിവേറ്റീവ്. മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. മൈനസ് ഉണ്ടോ ഇവിടെ? സൈനിന് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? ആ മൈനസ് നമുക്ക് ഈക്വലിൻ്റെ അപ്പുറത്തും ഉണ്ടോ. അപ്പോൾ എന്ത് വരും? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഡി എക്സ് എന്നേ, ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ടി എന്ന് വരും. സോ നമുക്കിവിടെ ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുത്തു, അതുകൊണ്ട് ടി ക്യൂബ് വരും ആണല്ലോ. സോ 1 മൈനസ് കോസ് എക്സിന് ടി എന്ന് കൊടുത്തു, അപ്പോൾ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ വരും, ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി ടി. കണ്ടോ അല്ലേ? സോ മൈനസ് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് നമുക്ക് വേണമെങ്കിൽ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് ടി ക്യൂബ് പ്ലസ് ടി റേസ് ടു 5. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അങ്ങനെയാണ് ഇവിടെ പ്ലസ് വന്നത്. ഡി ടി പറഞ്ഞ എന്താണ്? ടി ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ടി റേസ് ടു 4/4 പ്ലസ് ടി റേസ് ടു 5ൻ്റെ ഇൻ്റഗ്രൽ എന്താ? ടി റേസ് ടു 6/6 പ്ലസ് സി എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ച് ടിക്ക് എന്താണോ നമ്മൾ കൊടുത്തത് അത് നമുക്ക് തിരിച്ചിടാം അല്ലേ. കോസ് എക്സിനാണ് നമ്മൾ ടി എന്ന് കൊടുത്തത്. സോ കോസ് റേസ് ടു 4x/4 മൈനസ് ഉണ്ട് അല്ലേ, പ്ലസ് കോസ് റേസ് ടു 6x/6 പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബൈ.